എൻ്റെ പേര് രാജൻകുട്ടി എന്നാണ്. ഞാൻ ഇവിടെ ഇളമാട് പഞ്ചായത്തിലെ വേങ്ങൂർ എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. പ്രവാസിയാകുന്നത് 74-ലാണ്. ഞാൻ സെൻറ്റ് ജോൺസ് HS ഉമ്മന്നൂരിൽ 64 SLC സ്റ്റുഡൻറ്റ് ഫസ്റ്റ് ബാച്ചിലെ സ്റ്റുഡൻ്റാണ് ഞാൻ. പ്രവാസിയാകുന്നത് ഞാൻ തന്നെ എടുത്ത തീരുമാനം. എന്നെ ആരും കൊണ്ടുപോയതല്ല. ഞാൻ ട്രൈ ചെയ്ത് അങ്ങനെ പോകാനൊരു വഴി ഒത്തുകിട്ടി. അങ്ങനെ അങ്ങ് പോയി. അവിടെ ചെന്ന് കുറേ യാതനയും വേദനയൊക്കെ അനുഭവിച്ചു. ആ കാലത്ത് 67, 74 ഈ UAE എന്ന് പറയുന്ന സ്ഥലത്ത് ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടം. അതിൽ നിന്ന് അവരോടൊപ്പം നിന്നുകൊണ്ട് കിട്ടിയ ജോലികൾ എന്തെന്ന് വെച്ചാൽ എല്ലാം ചെയ്യും. ഡിഗ്നിറ്റിയോ അല്ല, പൊസിഷനോ ഒന്നും അല്ല നോക്കുന്നത്. കിട്ടിയ ജോലി എല്ലാം ചെയ്യും, ജീവിച്ചു പോകണ്ടേ. അങ്ങനെ UAEയുടെ 4-3 ഏരിയ ഒരു സെയിൽസ്മാനായിട്ടും ഒരു പ്രിൻറ്റിങ് ആൻഡ് പബ്ലിഷ് എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ 2-3 ജോലി ചെയ്തിട്ടുണ്ട്. അവസാനം 2003 ഞാൻ മടങ്ങിയെത്തുകയാണ്. ഞാൻ പോകും. പ്രയാസത്തെ ഞാൻ പ്രയാസമായിട്ട് കണ്ടിട്ടില്ല. ഒന്നല്ലെങ്കിൽ മറ്റൊന്ന്, ഒരു തൊഴിലല്ലെങ്കിൽ മറ്റൊന്ന്. തൊഴിലെടുക്കുന്ന കാര്യത്തിൽ ഞാൻ ഒരു ഡിഗ്നിറ്റി കണ്ടിട്ട വ്യക്തിയല്ല. എനിക്ക് എന്തെങ്കിലും എൻ്റെ വീട്ടിലയക്കണം, ഒപ്പം എൻ്റെ വിശപ്പ് അടക്കാനുള്ള ആഹാരം കിട്ടത്തക്ക രീതിയിൽ എന്ത് തൊഴിലായാലും ഞാൻ ചെയ്യും. ആസ് എ കൂലി എന്നുള്ള നിലയിലേക്ക് ഒരുപാട് ജോലി ചെയ്തു. നമ്മുടെ ബോംബെയിലുള്ളതായ, ഞാൻ ബോംബെയിൽ നിന്നാണല്ലോ പോകുന്നത്. ബോംബെയിൽ നിന്ന് പോകുമ്പോൾ അവിടെ ചെന്ന എൻ്റെ അനുഭവങ്ങൾ വളരെ വ്യത്യസ്തമാണ്. കാരണം ശരിയായ ഒരു കൂട്ടുകെട്ട് എനിക്ക് അവിടെ ഇല്ല. എനിക്ക് സപ്പോർട്ട് തരാൻ ആളില്ല. ഞാൻ അതിലൂടെ ചിന്തിച്ചിട്ടുമില്ല. എൻ്റെ തൊഴിൽ പ്രിൻറ്റിങ് ആൻഡ് പബ്ലിഷിംഗ് എന്നുള്ളതാണ് എൻ്റെ പ്രൊഫഷൻ. അതനുസരിച്ച് തന്നെ കുറേ ജോലി ചെയ്തെങ്കിലും അത്രത്തോളം ജോലി ചെയ്യത്തക്ക രീതിയിൽ ഡെവലപ്ഡ് ആയിട്ടില്ല അന്ന് UAE. ഞാൻ മർത്തമക്കാരനാണ്. നമ്മുടെ മർത്തമ ചർച്ച അവിടെയുണ്ട്. അവിടെ സ്ഥിരം മെമ്പറായിരുന്നു ഞാൻ അതിനൊക്കെ പോവും. ദൈവികമാണല്ലോ ഏറ്റവും ആവശ്യം മനുഷ്യന് മുന്നേ വേണ്ടത്. ആ നിലയിലെല്ലാം ഞാൻ മുൻപന്തിയിലായിരുന്നു. ആദ്യം കിട്ടിയ ജോലി എന്ന് പറയുന്നത്, ജോലിയുണ്ട്, ശമ്പളമില്ല. അന്ന് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, പറയാനാകത്തില്ല. അത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പം ഞാൻ അവിടുന്ന് ഇട്ടെറിഞ്ഞ് എനിക്ക് നല്ലൊരു ജോലി കിട്ടി. ആ ജോലിയിൽ ചെന്ന് ജോയിൻ ചെയ്യാൻ ഒക്കത്തക്കൊരു ചുറ്റുപാടിലല്ലായിരുന്നു അന്ന് ഞാനവിടെ. പക്ഷേ ആ ചുറ്റുപാടിൽ ഞാൻ എങ്ങനെയോ അതിജീവിച്ച്, ഞാൻ തമ്പുരാൻ്റെ കൃപ കൊണ്ട് ഞാൻ ആ ജോലി പ്രവേശിച്ചു. ഏതാനും കുറച്ച് നേരെ വർഷങ്ങൾ ജോലി ചെയ്തു. ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം പിക്കപ്പ് ചെയ്തു, മുക്കാലെ അരക്കാലും പിക്കപ്പ് ചെയ്തു. അങ്ങനെ 2001 ഞാനിങ്ങ് പോകുന്നു. പിന്നെ അങ്ങോട്ടുള്ള ജീവിതം, അവിടുത്തെ ജീവിതം ദുഷ്കരമാണ്. കാര്യം കിട്ടുന്ന കാശ് ചിലവിന് തികയത്തില്ല എന്ന് വിചാരിച്ച് ഞാൻ വേണ്ടാത്ത രീതിയിൽ പോവുക, അല്ലെങ്കിൽ ഒരു മദ്യപാനത്തിനോ അങ്ങനെയുള്ള കൂട്ടുകെട്ടൊന്നും എനിക്കില്ല, ആരോടെ ഇല്ല, അതിന് പോവുകയില്ല. പക്ഷേ അവസാനം വരുമ്പോഴേ കിട്ടുന്ന കാശ് കൊണ്ട് ചിലവ് മുടക്കാൻ വന്നു. പ്രവാസ ലോകത്ത് നമ്മളൊരാളിനെ ആശ്രയിച്ചാൽ വളരെ അപൂർവം സന്ദർഭങ്ങളിൽ മാത്രമേ അയാളിൽ നിന്നുള്ള ആ ഒരു സഹകരണം നമുക്ക് കിട്ടത്തുള്ളൂ. പോട്ടെ, ഞാൻ അങ്ങനത്തെ ഒരു സഹകരണത്തെ തന്നെ ആരോടെയും പോയിട്ടില്ല. ക്വൈറ്റ് ഇൻഡിപെൻഡൻറ്റ്. ആരെ ഞാൻ മൈൻഡ് ചെയ്യാതെ എൻ്റെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകും. അപ്പോഴേ അറിയാമല്ലോ, ചില വിദ്വാന്മാരതിനകത്ത് അകത്തൂടെ പോയി പാര വെക്കും. ആ പാര പിന്നെ എനിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഞാൻ അയാളെ അകറ്റി നിർത്തും. നല്ല ഒന്നാന്തരം വർത്തമാനം അവരോട് പറയും. ജോലി ഉണ്ടേ മതി, വേണ്ട. വിശാലമായ ലോകത്ത് എനിക്ക് ജോലി കിട്ടാൻ മറ്റാരുടെയും സപ്പോർട്ട് വേണ്ട. സർവശക്തനായ തമ്പുരാൻ എന്നെ നയിക്കുമെങ്കിൽ
എനിക്ക് ജോലിക്കൊരു കുറവുണ്ടായിരുന്നില്ല. ധാരാളം പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ഒന്ന്, ജോലി ചെയ്യുമ്പോൾ ഞാൻ വേറെ പലയിടത്തും പോയി ഇൻ്റർവ്യൂ കൊടുക്കും. എവിടെന്നെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ വിളിക്കും. ഞാനെല്ലാം ഇട്ടറിഞ്ഞ് അങ്ങോട്ടങ്ങ് പോകും. കാരണം ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പക്ഷേ തോന്നും. എന്തെങ്കിലും ബെനിഫിറ്റ് നേട്ടം ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ടങ്ങ് പോകും. പിന്നെ മറ്റൊന്നും മൈൻഡ് ചെയ്തില്ല. ആ ഇനത്തിൽ സ്പോൺസർഷിപ്പ് ചേഞ്ച് ചെയ്യുന്ന കാര്യത്തിലൊക്കെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. നിലം പറ്റിയിട്ടുണ്ട്. മുട്ടുമേന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവിടെയും ഞാൻ സർവശക്തനായ തമ്പുരാനെ മാത്രമേ ആശ്രയിച്ചിട്ടുള്ളൂ. മറ്റൊരാളുടെ ഹെൽപ്പിന് പോയിട്ടില്ല. അങ്ങനെ ഞാൻ അവിടെ അന്നത്തെ കാലത്ത് അവിടുന്ന് ഒരു ജോലിക്ക് നമ്മൾ വീട്ടിൽ കയറണമെങ്കിൽ 6 മന്ത് പണിഷ്മെൻ്റ് ഉണ്ട്. അങ്ങനെ 1-2 പ്രാവശ്യം ഞാൻ അവിടുത്തെ സർക്കാരിൻ്റെ 6 മന്ത് പണിഷ്മെൻറ്റ് ഏറ്റുവാങ്ങി. 3 മാസം ഇവിടെ വന്നിട്ട് 3 മാസം നിൽക്കും. അത് കഴിഞ്ഞ് ഞാൻ കയറിപ്പോവും. കയറിപ്പോയി കഴിഞ്ഞാൽ എനിക്ക് സെക്കൻഡായിട്ടോ ഈ ജോബ് ഓഫർ ചെയ്ത പാർട്ടിക്കാരുമായിട്ട് ഞാൻ അങ്ങ് ഇടപെടും. അടുത്ത 3 മാസം തീരുമ്പോഴത്തേക്ക് ഞാൻ അവരുടെ വിസയാക്കും. ഈ 3 മാസം കരിങ്കാലി പണിയായിരിക്കും അവിടെ. ആർക്കും പിടി കൊടുക്കാതെ ഞാനും അങ്ങനെ കൊണ്ട് പോവും. ഇതാണ് ഞാൻ അവിടെ ചെയ്തത്. സങ്കടമെന്ന് പറയാൻ തമ്പുരാൻ മുൻപാകെ എനിക്ക് പറയാനില്ല. എന്നെ ഇത്രത്തോളം നടത്തിയല്ലോ എൻ്റെ പിതാവ് എന്നുള്ള ഒറ്റ ചിന്താഗതി മാത്രമേ എനിക്കുള്ളൂ. ഇവിടുത്തെ ആത്മീയ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ മാതാപിതാക്കൾക്ക് ഞങ്ങൾ 5 പേരാണ് ഉള്ളത്. 5 പേരിൽ ഏറ്റവും മൂത്താണ് ഞാൻ. അപ്പോൾ ഞാൻ അവർക്ക് ഗൈഡായിട്ട് ഇവിടെ ഞാൻ മർത്തമക്കാരനായിട്ട് അന്ന് പിറക്കുന്നതും വളരുന്നതും ഇപ്പോഴും വരെയും മർത്തമക്കാരനായിട്ടാണ് ജീവിക്കുന്നത്. വിശേഷിച്ച് എനിക്ക് ആ ഇനത്തിലെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. അവിടുത്തെ പള്ളി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കൂട്ട് കുരിശുങ്കം വെച്ചിട്ട് വിശാലമായിട്ട് ഈ ശബ്ദമൊന്നും ഉണ്ടാക്കാൻ പാടില്ല. ക്വൈറ്റ് സൈലൻ്റ് ആയിരിക്കണം. നിങ്ങൾക്കും പ്രാർത്ഥിക്കാം. അതനുസരിച്ച് അവിടുത്തെ നിയമം അനുസരിച്ച് നമ്മൾ ക്വൈറ്റ് സൈലൻ്റായിട്ട് ദൈവത്തെ വിളിക്കുന്നു, പോന്നു. ഇവിടുത്തെ കൂട്ട് ഒച്ചത്തിൽ സംസാരിക്കാനോ അല്ലെങ്കിൽ ആടാനോ പാടാനോ ഒന്നും അവിടെ വഴിയില്ല. അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അവിടെ ഞങ്ങളെല്ലാവരും ഞങ്ങൾ 8 പേരുണ്ട്. ഞങ്ങളെല്ലാവരും മർത്തമക്കാരാണ്. പോവുകയും ചെയ്യും. പിന്നെ ആരെങ്കിലും ഇടയ്ക്കൊരു മർത്തമക്കാരനില്ലെങ്കിൽ അയാളും കൂടെ ഞങ്ങളുടെ കൂടെ കൂടിക്കോളും. അങ്ങനെ ആ പോക്കിലൊന്നും എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെയൊക്കെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ദൈവം അനുഗ്രഹിച്ചിട്ട് നമുക്ക് ആഹാരത്തിൻ്റെ കാര്യത്തിനോ കിടപ്പാടത്തിൻ്റെ കാര്യത്തിനോ അങ്ങ് യാതൊരു പ്രശ്നവുമില്ല. കാരണം ഞങ്ങളുടെ പൂർവ്വിക പിതാക്കൾ ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുക എന്നുള്ളതേ ഉള്ളൂ. അതായത് എല്ലാ പണികളും അന്നത്തെ കാലത്ത് ചെയ്യും. ഞാൻ ചെയ്യേണ്ടിയിരുന്നു, ചെയ്തേ പറ്റൂ. ആ ഇനത്തിലൊക്കെ ഞാൻ എൻ്റെ പേരൻസിനോട് സഹകരിച്ചായിരിക്കും പോവുക. അന്നത്തെ കാലത്ത് ബൈബിൾ വായിക്കുമെന്ന് വെച്ചാൽ വായിക്കും. പ്രൈമറി സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സൺഡേ സ്കൂളാണ്. ആ സൺഡേ സ്കൂളിന് എല്ലാ സൺഡേ സ്കൂളിനും അറ്റൻഡ് ചെയ്യും. പിന്നെ ബാലചാബല്യം പോലെ എന്തെങ്കിലുമൊക്കെ ഇച്ചിരി ചാബല്യം ഉണ്ട്, കശപിശയൊക്കെ ഉണ്ടാകുമായിരിക്കും. പക്ഷെ അതൊന്നും ഞാൻ ഇപ്പോഴും ഓർക്കുന്നില്ല. ഞാനിപ്പോഴും എപ്പോഴും എല്ലാ സമയവും ദൈവത്തെ വിളിച്ച് ദൈവത്തെ ചിന്തിച്ചുകൊണ്ടേ എല്ലാ കാര്യങ്ങളും ചെയ്യൂ. ആവശ്യമില്ലാത്ത ഒരു ചുറ്റുപാടിനും പോകത്തില്ല. ആവശ്യമില്ലാത്തൊരു വർത്തമാനം ആരോടെയും പറയാൻ പോകത്തില്ല. ഞാൻ സ്വല്പം ഫോർവേഡ് ആയതുകൊണ്ട് ഞാൻ ഒറ്റപ്പെട്ടിട്ടുണ്ട്. പ്രവാസ ജീവിതത്തിൽ ജോലി ചെയ്യുന്നിടത്തൊക്കെ ഞാൻ സ്വല്പം ഫോർവേഡാണ്. അപ്പോൾ ആ നിലയിൽ എന്നെ ഈ നമ്മുടെ ആൾക്കാർ കൂട്ടം നിന്നിട്ട് പാകിസ്ഥാനികളായിരിക്കും പണി വെക്കുക. അങ്ങനെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ മൈൻഡ് ചെയ്തില്ല. മുക്കാലും അരക്കാലും പറയണം നമ്മൾ വേറൊരുത്തർ നല്ല ജോലി കിട്ടി
ആ ജോലിക്ക് ജോയിൻ ചെയ്യാൻ ഒരുങ്ങുമ്പോൾ ആയിരിക്കാം നമ്മൾ ജോലി ചെയ്യുന്നിടത്ത് മാനേജ്മെൻറ്റ് ഇതറിയുന്നത്, അവന്മാർ കൊണ്ട് വേല വെക്കും. പക്ഷേ അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല, പോകണമെന്ന് വെച്ചാൽ പോവും. പ്രവാസ ലോകത്ത് ഞാൻ ആദ്യം എത്തിച്ചേരുമ്പോഴേ ജോലി എന്നെ ആരും പഠിപ്പിക്കേണ്ട, എനിക്ക് ജോലി അറിയാം. അവിടുത്തെ താരിപ്പിനൊത്ത് നിന്നാൽ മതി. പക്ഷേ ഏത് ചുറ്റുപാടിലും ഞാൻ എല്ലാവരിലും ഒരു കൈ മുന്നേ ആയിരിക്കും, ജോലിക്കെല്ലാം. ആ നിലയിൽ നമ്മളെ ഇന്ന് താത്ത് കെട്ടാൻ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവരെ താത്ത് കെട്ടിയിട്ട് ഞാൻ പോവും. ആർക്കും ഞാൻ വിട്ടുകൊടുക്കത്തില്ല. എൻ്റെ സ്വന്തമായ തീരുമാനങ്ങളും എല്ലാം ആർക്കും ഞാൻ ബലിയർപ്പിക്കില്ല. പോയി പണി നോക്കാൻ പറയും. എന്നെ എൻ്റെ മാതാപിതാക്കൾ ചെറുപ്പത്തിൽ തന്നെ സൺഡേ സ്കൂളിന് പോവുകയും അതനുസരിച്ച് സൺഡേ സ്കൂളിന് പോകും. പിന്നെ ആരാധന ഉണ്ടെങ്കിൽ ആരാധനയ്ക്ക് കൂടും. പിന്നെ ഒരു പരുവമൊക്കെ ആയപ്പം പോകാതൊക്കെ നിന്നിട്ടുണ്ട് ഞാൻ എന്നുള്ളതാണ് ബൈബിൾ ലോകത്തെപ്പറ്റി പറഞ്ഞത്. എന്ന് വിചാരിച്ച് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ദൈവിക ജീവിതം എപ്പോഴും ഉണ്ട്. അത് വർത്തമാനത്തിലായാലും ശരി, അല്ലാത്ത പ്രവർത്തിയിലായാലും ശരി, അതിനെ വിട്ട് ഞാൻ പോകത്തില്ല. അതിൻ്റെ ചുറ്റിൽ, അതിൻ്റെ ആ അച്ചുതണ്ടിലെ ഞാൻ ഒതുങ്ങി നിൽക്കും. കാര്യം ദൈവികമല്ലാത്തൊരു പ്രവൃത്തിക്ക് പോകാൻ കേട്ടാൽ ഉടനെ മാനസികമായിട്ട് അത് പിന്നെ പിരി കൊള്ളുന്നതാണെങ്കിൽ ഞാൻ അതിൽ നിന്ന് വിട്ടുമാറും. ആ ഒരു കാലഘട്ടത്തിൽ അപ്പച്ചനും അമ്മച്ചിയുണ്ട്, അപ്പനും അമ്മച്ചിയുണ്ട്. നമ്മൾ മറ്റു കാര്യങ്ങളൊന്നും അറിയണ്ട. പക്ഷേ പഠിക്കാനുള്ള പാഠപുസ്തകങ്ങളെല്ലാം കേവലം മണ്ണെണ്ണളക്കിൻ്റെ ചുറ്റും ഇരുന്നുകൊണ്ടാണ് ഞങ്ങളെല്ലാം പഠിക്കുന്നത്. പിന്നെ ആഹാരം കഴിക്കുന്നതിന് മുമ്പായിട്ട് എല്ലാവരും ഒന്നിച്ചുകൂടി പ്രാർത്ഥന കഴിഞ്ഞേ മറ്റെന്ത് പരിപാടിയുള്ളൂ. എന്ന് വെച്ചാൽ പ്രാർത്ഥന സ്ട്രിക്റ്റാണ്. അതാ പാഠവും ഞങ്ങളിൽ ജനിപ്പിച്ചതും നിലനിർത്തിയതും മാതാപിതാക്കളാണ്. അവർ ഞങ്ങൾക്ക് ആ കാര്യത്തിൽ വഴികാട്ടിയാണ്. അപ്പോൾ ആ ചുറ്റുപാടിനെ ഒരിക്കലും മറന്ന ഒരു ജീവിതം ഇന്നേവരെ ഉണ്ടായിട്ടില്ല. എന്ത് മാനസിക പ്രശ്നം ഉണ്ടായാലും അതിനെയെല്ലാം അതിജീവിക്കാൻ ഏതാനും മണിക്കൂറോ അല്ലെങ്കിൽ 1-2 ദിവസം കൊണ്ട് സാധിച്ചിട്ട് തന്നെയുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പ്രാർത്ഥനയിലുള്ള വിശ്വാസമേ എൻ്റെ ജീവിതത്തിലുള്ളൂ. അല്ലാത്ത ഒരു ജീവിതത്തിന് ഞാൻ ഒരിക്കലും പോകത്തില്ല. കാര്യം എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ വളർന്നു വന്ന അതേ ഗ്രേഡിൽ, അതേ നിലയിൽ, അതേ പ്രസ്ഥാനത്തിൽ എൻ്റെ മാതാപിതാക്കൾ ഞങ്ങൾക്ക് പകർന്നു തന്നിട്ടുള്ള ആ ഒരു ജീവിതം ഇപ്പോഴും മുറുകെ പിടിച്ചാണ്. ഞങ്ങളൊത്തിരി, അതായത് പിള്ളേർ ഞങ്ങളൊത്തിരി കെയർലെസ്സാണ്. വന്ന് പോയാൽ പോയി, പോയെടുത്തോട്ട് പോയി. വിചാരിച്ച് ഒരു വൃത്തികെട്ട വർത്തമാനങ്ങൾ പറയാൻ ഞങ്ങൾ തുനിയതില്ല. തുനിഞ്ഞാൽ ചെറുപ്പത്തിൽ തന്നെ ഞങ്ങളെ അതിനെ വാൺ ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ മാതാപിതാക്കൾ. അപ്പോൾ അവർ പറയുന്ന അതിനപ്പുറത്തോട്ട് ഒരു സ്റ്റെപ്പ്, ഒരു പോയിൻ്റ് ഞങ്ങൾ ആരും തന്നെ കടന്നിട്ടില്ല. അതാണ് ഞങ്ങളുടെ ജീവിതം. അതുകൊണ്ട് ഞങ്ങൾക്ക് നേട്ടമേ ഉള്ളൂ. എന്തെങ്കിലും ഒരു പോരായ്മയ്ക്ക് നമ്മുടെ മനസ്സ് തുനിഞ്ഞാൽ അത് പാടില്ല എന്ന് നമ്മുടെ ഉള്ളം പറയും. അപ്പോഴത്തെ പിന്നെ അതിനായിട്ട് പോകത്തേയില്ല. പ്രവാസ ജീവിതത്തെപ്പറ്റി കഷ്ടപ്പാട് തോന്നിയിട്ടുണ്ടെന്ന് ചോദിച്ചിരുന്ന കഷ്ടപ്പാട് ഒരുപാടുണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനെയൊക്കെ എന്ന് വെച്ചാൽ അന്നത്തെ പ്രായത്തിൽ എന്തും ഏതും
വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ടും പുറകോട്ട് തിരിഞ്ഞ് ചിന്തിക്കുന്നില്ല. മുമ്പോട്ട് കയറാൻ ഏത് വഴിയുണ്ടോ ആ വഴിക്ക് തന്നെ കയറിപ്പോവും. അതിനാരും വിലക്കാനൊക്കില്ല. കാര്യം നമ്മുടെ നിലനിൽപ്പാണ്. കുടുംബത്തെക്കുറിച്ച് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സഹോദരങ്ങൾ 2 പേരുടെ കല്യാണം കഴിഞ്ഞിട്ടാണ് എൻ്റെ മരയും നടക്കുന്നത്. അങ്ങനെ കുറച്ച് പിന്നോട്ട് പോയി ആ ഒരു ലൈഫിൽ എന്ന് വിചാരിച്ച് ഞാൻ ആ ഒരു ലൈഫിൽ പിന്നോട്ട് പോയെന്ന് ചിന്തിക്കുന്ന വ്യക്തിയല്ല. കാരണം എൻ്റെ കാര്യങ്ങൾ, ചുമതലാപരമായ കാര്യങ്ങൾ കുറേ ഒന്ന് നിറവേറിക്കൊണ്ട് ഫാമിലി ജീവിതം നയിച്ച വ്യക്തിയാണ് ഞാൻ. എൻ്റെ വൈഫെന്ന് വെച്ചാൽ എനിക്കെപ്പോഴും എൻ്റെ കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയും എൻ്റെ മറ്റു കാര്യങ്ങളിലെല്ലാം, അതായത് തുണി, വസ്ത്രം, പിന്നെ വീട്ടിലെ ചെലവ് കാര്യങ്ങൾ, അങ്ങനെയുള്ള എല്ലാം നിർണ്ണയിക്കുന്നതിൽ, അതെങ്കിൽ ചെയ്യുന്നതിൽ എന്നെക്കായും കൂടുതൽ ശ്രദ്ധ വയ്ക്കുന്നത് എൻ്റെ ഭാര്യയാണ്. അതിനൊന്നും എനിക്ക് തോൽവിയില്ല. എൻ്റെ കുടുംബജീവിതം എനിക്ക് വളരെ അനുഗ്രഹമായിട്ട് ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ. ഇനിയും അങ്ങനെ ആകത്തുള്ളൂ എന്നുള്ള വിശ്വാസിയാണ് ഞാൻ. കല്യാണം കഴിഞ്ഞ് ഒരു 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വൈഫിനെ കൊണ്ടുപോയി. അവിടെ ഞങ്ങൾ 10 വർഷം ജീവിച്ചു. ഈ കാലയളവിലെല്ലാം പള്ളി കാര്യങ്ങളിലും മറ്റെല്ലാ കാര്യങ്ങളിലും ഞങ്ങളെല്ലാം, ഞാനും ഭാര്യ ഒന്നിച്ചാണ് പോകുന്നത്. ഇതിനിടയ്ക്ക് എനിക്ക് 2 കുഞ്ഞുങ്ങളുമായി. ഈ മക്കളെ ഞാൻ ദൈവികമായ നിലയിൽ അവരെ പ്രാഥമിക പാഠം പഠിപ്പിക്കുകയും എന്നാലാവുന്നിടത്തോളമുള്ള വിദ്യാഭ്യാസം കൊടുക്കുകയും തക്ക സമയത്ത് അവരുടെ എല്ലാം വിവാഹം കഴിഞ്ഞ് പോവുകയും ചെയ്തു. അങ്ങനെ എനിക്ക് 2 മക്കളാണുള്ളത്. ഒരു മോളിപ്പം ബഹറിലാണ് കുടുംബമായിട്ട് ജീവിക്കുന്നത്. മോന് ഈ അടുത്ത കാലത്ത് ഭാര്യയോടൊപ്പം അയർലൻഡിലാണ്. പൊടിക്കുഞ്ഞുങ്ങളല്ലേ, അവരെ എപ്പോഴും വിശ്വാസത്തിലും, അതായത് പറയുമല്ലോ, ചൊല്ലും ചോറും കൊടുത്ത് മക്കളെ വളർത്തണം, അല്ലെങ്കിൽ പഴിച്ചു പോകുന്നൊക്കെ ഓരോരുത്തർ പറയുന്നില്ലേ. ആ ഒരു പ്രോവർബ് തന്നെ നമ്മൾ നോക്കിക്കൊള്ളുക. ഞാൻ എൻ്റെ മക്കളെ വളർത്തിയെല്ലാം വളരെ ചിട്ടയായിട്ടാണ്. ദൈവത്തെ അറിയുന്നവരായി വളരണം. അതിൻ്റെ അനുസരിച്ചുള്ള എൻ്റെ പ്രൈമറി സ്റ്റെപ്പ് ഗ്രോത്തിങ് ഞാൻ അവർക്ക് കൊടുക്കും. പ്രവാസ ലോകത്തെ മാറ്റം ഒരുപാടുണ്ടായിട്ടുണ്ട്. ഇന്നത്തെ കൂട്ട് വിരൽത്തുമ്പിലുള്ള ജീവിതമല്ല അന്നുള്ളത്. എന്നാൽ കുറേ കൂടെ ഡെവലപ്ഡായിട്ടുള്ള ഒരു ലൈഫുമാണ്. ഇല്ലായ്മ ധാരാളം അവിടെ ഉണ്ടായിട്ടുണ്ട്. അത് അവിടുത്തെ സിറ്റുവേഷൻ അങ്ങനെയാണ്. ഇന്ന് എല്ലാ സമുദായക്കാർക്കും കൂടത്തക്ക രീതിയിലുള്ള കെട്ടിടങ്ങൾ പണിയാനുള്ള സൗകര്യം UAE സർക്കാർ അവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാ സമുദായക്കാർക്കും അവിടെ അവരുടേതായിട്ടുള്ള ആരാധന നടത്തുന്നതിന് ഉള്ള കെട്ടിടം പണിയത്തക്ക സൗകര്യങ്ങളെല്ലാം ഇന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ UAE സർക്കാരിനെ നമ്മൾ അഭിനന്ദിക്കണം. ആണെങ്കിലും മറ്റുള്ളവരുടെ പ്രാർത്ഥനയിലും ചേർന്നിട്ടുണ്ട്. ആ പങ്കുചേരാൻ പോകുമ്പോഴെല്ലാം ശബ്ദബഹുലമായ ഒരു അന്തരീക്ഷമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവിടുന്ന് മാറിക്കളയും. കാരണം അവിടുത്തെ ആൾക്കാർക്ക് ദൈവത്തെ വിളിക്കുന്നതിന് എത്രയും കിടന്ന് അലമ്പേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് മറ്റൊരു ബുദ്ധിമുട്ടിന് അവസരങ്ങൾ ഉണ്ടാക്കി തീർക്കുന്ന ചുറ്റുപാടുണ്ടായിട്ടുണ്ട് അവിടെ. പക്ഷെ ഞാനതിൽ നിന്നെല്ലാം പിന്മാറിയിട്ടുമുണ്ട്, അറിഞ്ഞു മാറിയിട്ടുണ്ട്. അതിൽ കുറച്ചുള്ള അനുഗ്രഹം മതി. കാര്യം സപ്പോസ് ഇപ്പോൾ ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കിയില്ലെങ്കിൽ അങ്ങോട്ടില്ലാത്ത ശബ്ദങ്ങളെല്ലാം കൂടി അങ്ങോട്ട് വിളിച്ചു പറഞ്ഞതിന് ശേഷം അതിൻ്റെ പരിസരത്ത് താമസിക്കുന്നവർ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവർ പോയി കംപ്ലയിൻ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന പത്താക്ക അവർ തിരിച്ച് മേടിക്കും. ആ പത്താക്ക തിരിച്ച് മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മേടിക്കാൻ പെടുന്ന പാട് ചെറുതൊന്നുമല്ല. അപ്പോൾ അതൊക്കെ നോക്കിക്കണ്ടൊക്കെ ഞാൻ നിന്നിട്ടുണ്ട്. എൻ്റെ ജന്മം തൊട്ട് ഇന്നേ വരെ നടത്തിയ എൻ്റെ പിതാവ്, എൻ്റെ സർവശക്തൻ, മുട്ടും
പ്രയാസമോ ഒന്നും കൂടാതെ ഈ നിമിഷം വരെ നടത്തി എന്ന് ശക്തമായിട്ട് നീ പറയാൻ കഴിയും. ഒരു ക്രിസ്തീയ പൈതൽ എന്നുള്ള നിലയിൽ എൻ്റെ മാതാപിതാക്കൾക്ക് എനിക്ക് ആവശ്യമായ എല്ലാ പ്രൈമറി പാഠങ്ങളും എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിനെ മറികടന്ന് മറ്റൊരു സമുദായത്തിലോട്ടോ അല്ലെങ്കിൽ മറ്റൊരു വിശ്വാസമോ അടിച്ചേൽപ്പിക്കാൻ നിന്നാൽ സാരാംശത്തിൽ എല്ലാ സമുദായങ്ങളുടെയും അർത്ഥം ഒന്നാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതിൽ നിന്ന് പിന്മാറിയേ ഉള്ളൂ. ഒരു ഡിബേറ്റ്, അതായത് ഒരു വാക്ക് തർക്കത്തിന് നിൽക്കത്തില്ല. ഇപ്പോൾ വയസ്സ് 78 വരെ ആകുന്നു. ജന്മം തൊട്ട് ഇന്നേ വരെ താഴാതെയും വീഴാതെയും എൻ്റെ പിതാവ് എന്നെയും എൻ്റെ കുടുംബത്തെയും ഭംഗിയായി നടത്തുന്നു. ഇല്ലായ്മ അറിയാതെ, ബുദ്ധിമുട്ടറിയാതെ, ഒരു അന്യരോഗങ്ങളോ മറ്റു ബുദ്ധിമുട്ടുകളോ ഉണ്ടാകാതെ ഞാൻ സന്തോഷവാനായി കഴിഞ്ഞു പോകുന്നു ഈ നിമിഷം. പ്രവാസ ജീവിതം നിർത്തി ഞാനിവിടെ വരുന്നു. ഇവിടെ വരുമ്പോൾ നേരം വെളുക്കുമ്പോൾ എനിക്ക് മാനസികമായിട്ടൊരു ഫീലിംഗ് വരുക. ഞാൻ ഇങ്ങോട്ട് പോകണം, എന്തെടുക്കണം, എനിക്കൊന്നും അറിയത്തില്ല. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഞാൻ പുറത്തിറങ്ങി ഒരു മനസ്സിന് ഒരു 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 പീസ് ഓഫ് മൈൻഡ് കിട്ടുന്നില്ല. അപ്പോൾ എന്ത് വേണം, ഇറങ്ങിയൊക്കെ നോക്കുമെന്ന് അറിയുമ്പോൾ എൻ്റെ അയൽക്കാർ ചെയ്തേക്കുന്ന ഓരോ പണികൾ കണ്ടിട്ട് അത് ഞാൻ ഫോളോ ചെയ്തു. അങ്ങനെ ഞാനൊരു കൃഷിക്കാരനായി. ഇന്ന് ഞാനൊരു കൃഷിക്കാരനെന്നുള്ള നിലയിലും ഒരു മാർക്കറ്റിൻ്റെ മിക്കവാറുമുള്ള കാര്യങ്ങൾ നോക്കുന്ന ആ നിലയിലും വിശ്വസ്തനായിട്ട് 18 കൊല്ലം അവരോടൊപ്പം ജീവിക്കുന്നു. ഇപ്പോൾ ഇത്തിരി ചുമതല കൂടുതലുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ചുമതല കൂടും, ഞങ്ങളെല്ലാം 5-6 പേരുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി അത് ഭംഗിയാമണ്ണം നിർവഹിക്കും. യാതൊരു വാക്ക് കേൾക്കുമ്പോൾ ഒന്നുമില്ലാതെ ഭംഗിയാമണ്ണം നിർവഹിക്കും. അതിൽ ഞാൻ അങ്ങേയറ്റം സന്തുഷ്ടനും ഞാൻ അങ്ങേയറ്റം ഇൻവോൾവ്ഡുമാണ്. ജന്മം തൊട്ട് ഇന്നേ വരെ ആ പള്ളി ഉണ്ടായിട്ട് 120 വർഷത്തിലേറെയായി. ആ കാലം തൊട്ട് ഇതേവരെ ഞാനൊരു മർത്തോമക്കാരനായിട്ട് ജീവിക്കുന്നു. എൻ്റെ കുടുംബവും എൻ്റെ മുൻഗാമികളോ എല്ലാം ആ പള്ളി ഉണ്ടാക്കുന്നതിനോടൊപ്പം പ്രവർത്തിച്ചു. ഇന്നേ വരെ അങ്ങനെ തന്നെ നീങ്ങുന്നു. പിന്നെ ഏതാനും ചില സഹോദരങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയിട്ടുണ്ട്, അത് മൈൻഡ് ചെയ്യുന്നില്ല. ഇത്രയും നാളും എന്നെ നടത്തിയ എൻ്റെ പിതാവ് ശേഷിച്ച സമയവും ഭംഗിയായി നടത്തും, ഭംഗിയായി നിർവഹിക്കും എന്നുള്ള ആഗ്രഹത്തിലും പ്രാർത്ഥനയിലും ഞാൻ എൻ്റെ നിമിഷങ്ങളെ സന്തോഷപരമായി മുമ്പോട്ട് നീക്കുന്നു. നന്ദി, നമസ്കാരം.